വിദേശ വാർത്താ രംഗം ചാനലിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധഭീതി പടർത്തിക്കൊണ്ട് ഗൾഫ് മേഖലയിൽ അതീവ ഗുരുതരമായ ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് സമീപം ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ബാലിസ്റ്റിക് പ്രൊജക്ടൈൽ പതിച്ചതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളങ്ങളിലൊന്നായ അൽ ഉദൈദ് താവളത്തിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് വിവരം. ഇതോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വീണ്ടും സംഘർഷഭരിതമായിരിക്കുകയാണ്. ഖത്തറിലെ പ്രതിരോധ അധികൃതർ സംഭവസ്ഥലത്ത് പരിശോധന നടത്തുകയും അന്താരാഷ്ട്ര പങ്കാളികളുമായി സഹകരിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തുവരികയാണ്. മേഖലയിലെ സമാധാനം നിലനിർത്തുന്നതിന് ഗൾഫ് രാജ്യങ്ങൾ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. കാലങ്ങളായി അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട് എങ്കിലും തങ്ങളുടെ അതിർത്തിക്ക് സമീപം വിദേശ സൈനിക ശക്തികൾ തമ്പടിക്കുന്നതിനെ ഇറാൻ ശക്തമായി തീർത്തു പോരാടുകയാണ്. ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ സാമ്പത്തിക വളർച്ചയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ സമയത്ത് ഇത്തരം പ്രകോപനപരമായ നടപടികൾ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. സംഭവത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാകുന്നതുവരെ എല്ലാ ഭാഗത്തുനിന്നും സംയമനം പാലിക്കണമെന്ന് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ അധികൃതർ റഡാർ വിവരങ്ങളും സാറ്റലൈറ്റ് ഡാറ്റയും പരിശോധിച്ചു വരികയാണ്. ലോകത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രധാന സമുദ്രപാതകൾ ഉൾപ്പെടുന്ന മേഖലയായതുകൊണ്ട് തന്നെ ഗൾഫിലെ ഏത് അസ്വസ്ഥയും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതോടെ മാത്രമേ സംഭവത്തിന്റെ പൂർണ്ണരൂപം വ്യക്തമാവുകയുള്ളൂ. അതുവരെ അതീവ ജാഗ്രതയോടെയാണ് ലോകം ഈ മാറ്റങ്ങളെ നിരീക്ഷിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.